വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് 20 മിനിറ്റിൽ പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ലാത്ത വളരെ ഫ്ലേവർഫുള്ളായ ഒരു പൈനാപ്പിൾ ജാം നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. അതിനുവേണ്ടി 1 കിലോ പൈനാപ്പിൾ അതിൻ്റെ തൊണ്ടും കോറും നീക്കി 1 ഇഞ്ച് വലിപ്പമുള്ള കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഈ പൈനാപ്പിൾ മിക്സിയിലിട്ട് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം. ഇത് ഇത്ര ഉള്ളതുകൊണ്ട് 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. നമ്മൾ ആദ്യത്തെ ബാച്ച് അരച്ചെടുത്തു. അതുപോലെ രണ്ടാമത്തെ ബാച്ച് നമുക്ക് അരച്ചെടുക്കാം. ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് അതിലേക്ക് ഈ അരച്ചെടുത്ത പൈനാപ്പിൾ ചേർക്കുക. അതിലേക്ക് 600 ഗ്രാം പഞ്ചസാര ചേർക്കുക. എന്നിട്ട് ഇത് തിളയ്ക്കാൻ തുടങ്ങുന്നവരെ സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ ഇടുക. ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യണം. അടി പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇത് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഫ്ലെയിം ലോയിലേക്ക് ഇടുക. ജാം സെറ്റായി വരുന്തോറും ഇത് ക്ലിയർ ആയിട്ട് വരും, ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും. ജാം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഏകദേശം ഓരോ മിനിറ്റിലും ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് കൂടുതൽ ക്ലിയർ ആയിട്ട് വരുന്നത് നമുക്ക് കാണാം. ഇത് നല്ലപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും. ഇത് ഹോം മെയ്ഡ് ജാം ആയതുകൊണ്ട് ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്കറിയാം. ആകെ രണ്ട് സാധനങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ, പഞ്ചസാരയും പൈനാപ്പിളും. കടയിൽ നിന്ന് മേടിക്കുന്ന ജാമിൽ പലതരം പ്രിസർവേറ്റീവ്സുകളൊക്കെ ഉണ്ടാവും. ജാം ഈ കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേനും ഇത് റെഡിയായി. കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ ഇതൊന്നുകൂടെ കുറുകും. നല്ലപോലെ കൊഴുത്തു, ഒത്തിരി റണ്ണിയല്ല ഇതുണ്ടാവും. അപ്പം കറക്റ്റ് കൺസിസ്റ്റൻസി വരും. ഇപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. ഇനി ഇത് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. നല്ലപോലെ തണുത്തതിന് ശേഷമേ ഇത് ബോട്ടിലേക്ക് മാറ്റാവുള്ളൂ. ജാം തണുത്ത് കഴിഞ്ഞപ്പം ഈ കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. നല്ല സ്പ്രെഡ് ചെയ്യാൻ എളുപ്പത്തിന്. ഇനി നമുക്കിത് കോരി ഒരു ബോട്ടിലേക്ക് മാറ്റാം.